നമ്മളെല്ലാവർക്കും നമ്മുടെ സ്കൂൾ ദിനങ്ങൾ ഒരിക്കലെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടാകും. ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാകും. സുഹൃത്തുക്കളോടൊപ്പം കളിയും ചിരിയും. പക്ഷേ ആ ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും അവസാന പീരീഡിനായിട്ടുള്ളൊരു കാത്തിരിപ്പായിരിക്കും. കാരണം ആ സമയത്ത് എല്ലാവർക്കും വേണ്ട ഒരൊറ്റ കാര്യം അത് സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് പോവുക. ഇതേ അനുഭവം തന്നെയായിരുന്നു 2025 ഓഗസ്റ്റ് മാസം 19 നയൻ സന്താനി എന്ന കുട്ടിക്കും ഉണ്ടായിരുന്നത്. സ്കൂളിലെ അവസാന ബെൽ മുഴങ്ങിയതോടെ സന്തോഷത്തോടെ ബാഗ് പാക്ക് ചെയ്ത് അവൻ വീട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടു. കുറച്ചു സമയത്തിനകം അവൻ സ്കൂൾ ക്യാമ്പസിന് പുറത്തെത്തിയിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി അവൻ വീണ്ടും സ്കൂളിനുള്ളിലേക്ക് കടന്നു. എന്നാൽ അത് അസാധാരണമായ രീതിയിലായിരുന്നു. നയന്റെ സ്കൂൾ യൂണിഫോം മുഴുവനും രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ആരെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവൻ അവിടെ തന്നെ ബോധം നഷ്ടപ്പെട്ട് വീണു. ഇത് കണ്ട സ്റ്റാഫും വിദ്യാർത്ഥികളും ഒരുപോലെ ഞെട്ടിപ്പോയി. ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് ഇത്ര ക്രൂരമായി പരിക്കേൽക്കാൻ എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് മനസ്സിലായില്ലായിരുന്നു. സ്കൂൾ എന്നത് സുരക്ഷിതമായ ഒരിടമായിരിക്കണം. കുട്ടികളുടെ ഭാവി നല്ലതാകണം എന്ന പ്രതീക്ഷയിലാണ് മാതാപിതാക്കൾ അവരെ സ്കൂളിലേക്ക് അയക്കുന്നത്. വിദ്യാഭ്യാസവും ശാസനയും ലഭിക്കുന്ന സുരക്ഷിതമായ ഒരു സ്ഥലമായിരിക്കണം സ്കൂൾ. നയന്റെ മാതാപിതാക്കളും അതേ പ്രതീക്ഷയോടെയാണ് അവനെ സ്കൂളിലേക്ക് അയച്ചത്. നയൻ സന്താനി അഹമ്മദാബാദിലെ ഒരു സാധാരണ കുടുംബത്തിലുള്ള കുട്ടിയായിരുന്നു. അവന്റെ സ്നേഹപൂർണവും വിനയപൂർണവുമായ സ്വഭാവം കാരണം അവൻ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടി. കരുണയും ദാനശീലനുമായിരുന്നു നയൻ. സഹപാഠികളുടെ അഭിപ്രായത്തിൽ അവൻ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായിരുന്നു. അവന്റെ വീട്ടിൽ മാതാപിതാക്കൾ, ആന്റി, അവന്റെ കസിൻ, മുത്തശ്ശി എല്ലാവരും ഉണ്ടായിരുന്നു. നയൻ വീട്ടിലെ മൂത്ത മകനായതുകൊണ്ട് തന്നെ അവൻ മാതാപിതാക്കളുടെ ജീവനായിരുന്നു. അവരുടെ സന്തോഷം പോലും നയനുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു. അഹമ്മദാബാദിലെ കോഖ്ര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു നയൻ. 10ാം ക്ലാസ് എന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. കാരണം ഇതിലാണ് ഒരാളുടെ ഭാവിയിലെ സ്റ്റീം തീരുമാനിക്കപ്പെടുന്നത്. ആ ഒരു സമ്മർദ്ദം നയനും അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. മുൻപ് പറഞ്ഞതുപോലെ നയൻ ഒരു കസിൻ സഹോദരൻ ഉണ്ടായിരുന്നു. അവനും അതേ സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കുകയാണ്. ഇരുവരും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. സഹോദരൻ തൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നയനോട് വന്ന് പറയുമായിരുന്നു. മൂത്തവനായതിനാൽ നയൻ തൻ്റെ കസിനെ വളരെ സംരക്ഷണത്തോടു കൂടി നോക്കുന്നവനായിരുന്നു. രണ്ടുപേരും സഹോദരങ്ങൾ എന്നതിലുപരി ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എല്ലായ്പ്പോഴും ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ നിലകൊള്ളും. അങ്ങനെ 2025 ഓഗസ്റ്റ് മാസം 13 സ്കൂളിൻ്റെ സ്റ്റെയർ കേസിലൂടെ നയന്റെ കസിൻ തൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ തിരക്കിനിടയിൽ കസിൻ്റെ കൈ ഒരു ക്ലാസ്മേറ്റിനെ അങ്ങ് ഇടിച്ചു. അത്രയും ഒരു ചെറിയ കാര്യം അവർക്കിടയിൽ ഒരു വാക്കുതർക്കമായി മാറി. അത് പിന്നീട് ഒരു കടുത്ത വാക്കുതർക്കമായി മാറി. സ്കൂൾ കാലത്ത്, പ്രത്യേകിച്ച് നമ്മളൊക്കെ ചെറുപ്പമായിരിക്കുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ തുടങ്ങാറുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആ ചെറിയ വിഷയം എപ്പോഴാണ് ഇങ്ങനൊരു വലിയ പ്രശ്നമായി മാറുക എന്നത് കുട്ടികൾക്ക് ഒരല്പം പോലും മനസ്സിലാകില്ല. ഇവിടെയും അതുപോലൊരു കാര്യമാണ് സംഭവിച്ചത്. ആ ചെറിയ വാക്കേറ്റം അവസാനിച്ചതിന് പിന്നാലെ നയന്റെ കസിൻ നേരെ ചെന്ന് ഈ സംഭവം ഒക്കെയും തൻ്റെ മൂത്ത സഹോദരനായ നയനോട് പറഞ്ഞു. തൻ്റെ കസിന് എപ്പോഴും ഒരു കവചമായി നിൽക്കണം എന്നുള്ളതായിരുന്നു നയന്റെ ഒരു ആഗ്രഹം. അതിനാൽ അവൻ നേരിട്ട് ഇടപെട്ട് ആ തർക്കത്തിനിടയിൽ അങ്ങ് കയറി തൻ്റെ കസിൻ്റെ പക്ഷം എടുത്തു. അവിടെ ആരാണ് ശരി, ആരാണ് തെറ്റ്, ഇതൊന്നും ആ സമയത്ത് പ്രസക്തമായിരുന്നില്ല. നയൻ തൻ്റെ കസിനുമായി ചെറിയൊരു തട്ടലുണ്ടായ ആ ഒരു കുട്ടിയെ നേരിട്ട് സമീപിച്ച് സംസാരിച്ചു. കാര്യങ്ങൾ ശാന്തമായി മനസ്സിലാക്കിപ്പിച്ചു. അന്ന് അവിടെ തന്നെ വിഷയം അവസാനിപ്പിച്ചു എന്നെല്ലാവരും കരുതി. എന്നാൽ 2025 ഓഗസ്റ്റ് മാസം 19 രാവിലെ പതിവ് പോലെ നയൻ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് മാതാപിതാക്കളോട് ബായ് പറഞ്ഞു. പക്ഷെ ആ ബായ് തന്നെയാണ് കുടുംബത്തിന് അവൻ പറയുന്ന അവസാനത്തെ വിടവാങ്ങലായിരിക്കുമെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. സ്കൂളിലെത്തിയതോടെ എല്ലാം സാധാരണയായിരുന്നു. ക്ലാസ്സുകൾ തുടങ്ങി, അധ്യാപകർ പാഠം പഠിപ്പിച്ചു, സുഹൃത്തുക്കളോടൊപ്പം ചിരിയും തമാശയും, എല്ലാം പതിവ് പോലെ തന്നെ. ദിവസത്തിൻ്റെ അവസാനം സ്കൂൾ വിട്ടപ്പോൾ നയൻ തൻ്റെ ബാഗ് പാക്ക് ചെയ്ത് ക്ലാസ് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി വീട്ടിലേക്ക് പോകാൻ. പക്ഷെ അടുത്ത കുറച്ച് മിനിറ്റിനുള്ളിൽ അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. നയൻ സ്കൂൾ ഗേറ്റിലൂടെ പുറത്തേക്കിറങ്ങി. എന്നാൽ അല്പസമയത്തിനുള്ളിൽ അവൻ സ്കൂളിനുള്ളിലേക്ക് തിരികെ കയറി വന്നു. എന്നാൽ ഇത്തവണ അവൻ്റെ അവസ്ഥ പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. നയന്റെ വസ്ത്രം മുഴുവനും രക്തത്തിൽ കുതിർന്നിരുന്നു. കാരണം അവൻ്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. വലിയ പ്രയാസത്തോടെ അവൻ സ്വയം താങ്ങിക്കൊണ്ട് സ്കൂൾ ക്യാമ്പസിനുള്ളിലെത്തി. ആ സമയത്ത് അവൻ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം
അവൻ നിലത്ത് വീണ് ബോധം നഷ്ടപ്പെട്ടു. സാധാരണയായി സ്കൂളിൽ വലിയ തിരക്കും ശബ്ദവുമൊക്കെ ആണെങ്കിലും ഈ കാഴ്ച കണ്ടതോടെ അവിടെ പൂർണ്ണ നിശബ്ദത നിറഞ്ഞു. നയന്റെ അവസ്ഥ കണ്ട എല്ലാവരും ആദ്യം ഞെട്ടിപ്പോയി. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനേ സാധിച്ചില്ല. എല്ലാവരുടെയും മുന്നിൽ നയൻ ജീവൻ നിലനിർത്താൻ പോരാടുകയായിരുന്നു. ഈ കേസിനെ കൂടുതൽ ക്രൂരമാക്കുന്ന ഒരു കാര്യം സ്കൂൾ അധികൃതരുടെ അനാസ്ഥയാണ്. ആ സമയത്ത് സ്കൂൾ സ്റ്റാഫ്സും അധ്യാപകരും എന്ത് ചെയ്തുവെന്നറിയണ്ടേ? ഒന്നും തന്നെ ചെയ്തില്ല. റിപ്പോർട്ടുകൾ പ്രകാരം 15 മുതൽ 30 മിനിറ്റ് വരെ നയൻ ആ നിലത്ത് കിടക്കുകയായിരുന്നു. സ്റ്റാഫ് അംഗങ്ങളും അധ്യാപകരും അവിടെ നിന്നുകൊണ്ട് അവനെ നോക്കി നിൽക്കുകയായിരുന്നു, ഒരു ദുഃഖകഥ ലൈവായി കാണുന്നവരെ പോലെ. അവനെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരാൾ പോലും മുൻകൈയെടുത്തില്ല. എല്ലാവരും ആശയക്കുഴപ്പത്തിൽ അങ്ങനെ നിന്നു. അവസ്ഥ കൈകാര്യം ചെയ്യുന്നത് പോലെ പലരും അഭിനയിച്ചു. പക്ഷെ ഒരു നിമിഷം പോലും യഥാർത്ഥ സഹായം നൽകാൻ ആരും മുന്നിലേക്ക് വന്നില്ല. എന്നാൽ ഏതോ ഒരു രീതിയിൽ നയന്റെ അവസ്ഥയെക്കുറിച്ച് ഫോൺ വഴി വിവരം അവന്റെ അമ്മയ്ക്കും ആന്റിക്കും ലഭിച്ചു. അവർ ഇരുവരും വളരെ ഭയപ്പെട്ട് സ്കൂളിലേക്കെത്തി. സ്വന്തം കുഞ്ഞിനെ ആ അവസ്ഥയിൽ സ്വന്തം കണ്ണുകൾക്ക് മുന്നിൽ കാണുന്നത് ഒരു പിതാവിനും മാതാവിനും സഹിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയല്ല. ഏറ്റവും വേദനാജനകമായൊരു നിമിഷമായിരിക്കും അത്. എങ്കിലും അവർ ധൈര്യം കൈവിടാതെ ഉടൻ തന്നെ തീരുമാനമെടുത്തു. ഒരു ഓട്ടോറിക്ഷ ഏർപ്പാടാക്കി നയനെ അതിൽ ഇരുത്തി മണിനഗറിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇത്രയധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നിട്ടും നയനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവന്റെ അമ്മയും ആന്റിയുമായിരുന്നു. അവർ വീട്ടിൽ നിന്നും എത്തിയതിനു ശേഷമായിരുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നയന്റെ നില അതീവ ഗുരുതരമായിരുന്നു. അവനുള്ള ആ ഓരോ നിമിഷവും അത്യന്തം നിർണായകമായിരുന്നു. കാരണം ഓരോ മിനിറ്റിലും അവന് വലിയ തോതിൽ രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ആ അവസ്ഥയിലേക്കും അവനെ സഹായിക്കാൻ ആരും മുന്നിട്ട് വന്നില്ല. ഏകദേശം 30 മിനിറ്റ് വരെ അവൻ അങ്ങനെ തന്നെ കിടന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചതും ഡോക്ടർ ഉടൻ തന്നെ ചികിത്സ ആരംഭിച്ചു. അവനെ ജീവനോടെ നിലനിർത്താൻ കഴിയുന്നതെല്ലാം അവർ ചെയ്തു. പക്ഷേ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന അതികഠിനമായ രക്തക്ഷയം കാരണം അവൻ്റെ ശരീരത്തിന് ഇനി പോരാടാനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല. മണിക്കൂറുകളോളം ഡോക്ടർമാർ നയനെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ ദുഃഖകരമായി അപ്പോൾ തന്നെ വളരെ വൈകിയിരുന്നു. നയൻ സന്താനി അപ്പം തന്നെ ലോകം വിട്ടിരുന്നു. ഇനിയും ജീവിതം ശരിക്കും ആരംഭിക്കാനാകാത്ത വെറും 15 വയസ്സുള്ള ഒരു കുട്ടി. അത്രയും ക്രൂരമായ രീതിയിലാണ് അവന് ജീവൻ നഷ്ടമായത്. എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതാണ്: നയന്റെ ജീവിതവും കുടുംബത്തിൻ്റെയും എല്ലാം ഭീകര സ്വപ്നമാക്കി മാറ്റിയ ആ ദിവസം അവന് അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഓഗസ്റ്റ് 19 സ്കൂൾ കഴിഞ്ഞ് നയൻ ഗേറ്റിലൂടെ പുറത്തേക്ക് നടന്നു. സ്കൂൾ ഗേറ്റിൽ നിന്നും വെറും കുറച്ചടി അകലെയായി ഈ സ്റ്റെയർ കേസിൽ നയന്റെ കസിനുമായി തർക്കമുണ്ടായിരുന്ന ആ ഒരു കുട്ടി അവന് മുന്നിൽ വന്ന് നിന്നു. 8ാം ക്ലാസ്സിലെ ആ വിദ്യാർത്ഥിയുടെ മുന്നിൽ പഴയ തർക്കത്തിന്റെ ഒരു കോപം അപ്പോഴും കെട്ടിപ്പിണഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അന്ന് അതേ വിഷയത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കാനായി അവൻ നയൻ സ്കൂളിന് പുറത്തു വരുന്നത് വരെ കാത്തു നിന്നു. പക്ഷെ ഇത്തവണ അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു. അവനോടൊപ്പം മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. 4 മാസം മുൻപ് ആ സ്കൂളിൽ ചേർന്നുള്ള ഒരു ന്യൂ അഡ്മിഷൻ ആയിരുന്നു അവൻ. സ്കൂൾ എക്സിറ്റിന് സമീപമുള്ള ഒരു കോണിൽ അവർ രണ്ടുപേരും നയനെ കാത്തു നിന്നു. നയൻ അവിടേക്ക് എത്തിയതോടെ അവർ രണ്ടുപേരും അവന്റെ വഴി തടഞ്ഞു നിർത്തി. ആദ്യം വാക്കുകൾ മാത്രമായിരുന്നു. എന്നാൽ വളരെ വേഗം തന്നെ അത് വാക്ക് തർക്കമായി മാറി. പിന്നാലെ ഒരു ആക്രമണമായി, ശാരീരിക ആക്രമണമായി അത് മാറി. അപ്രത്യക്ഷിതമായി 8ാം ക്ലാസ് വിദ്യാർത്ഥി തൻ്റെ ബാഗിൽ നിന്നും ഒരു ചെറിയ ആയുധം പുറത്തെടുത്തു. ഒരു പേപ്പർ കട്ടർ. സാധാരണയായി ഈ പേപ്പർ കട്ടർ ദിവസേന ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എന്നാൽ അതേ വസ്തു ഒരാളുടെ ശരീരത്തിൽ ആവർത്തിച്ച് ശക്തിയായി ഉപയോഗിച്ചാൽ അതൊരു മരണകാരണമാകുന്ന ആയുധമായി മാറും. അതേ പേപ്പർ കട്ടർ ഉപയോഗിച്ച് ആ 8ാം ക്ലാസ് വിദ്യാർത്ഥി നയനെ ആക്രമിച്ചു. തൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് നയൻ തിരികെ ആ സ്കൂളിനുള്ളിലേക്ക് കയറിയത്. ആദ്യമായി നയനെ കുത്തിയപ്പോൾ അവിടെ നിന്നിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. അവിടെ ഇത്രയധികം ആളുകൾ ഉണ്ടായിരുന്നതിനാൽ ഒരു കാര്യം വ്യക്തമായിരുന്നു: നയനെ ആക്രമിച്ചത് ആ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ചില വിവരങ്ങൾ പുറത്തു വന്നു. ആ വിവരങ്ങൾ അഹമ്മദാബാദിനെ മാത്രമല്ല, രാജ്യത്തെ ഒട്ടാകെ നടുക്കി. അത് പ്രതിയുടെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളായിരുന്നു. ശ്രദ്ധിച്ചു നോക്കുക, 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രതി. അവന് ഒരു ഇൻസ്റ്റഗ്രാം. ആ ഇൻസ്റ്റഗ്രാമിലെ ചാറ്റാണ് ഇവിടെ വലിയ രീതിയിൽ തെളിവായി മാറുന്നത്.
ഇവിടെ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്നത്. അവൻ തൻ്റെ മറ്റൊരു സഹപാഠിയുമായി നടത്തിയൊരു സംഭാഷണം, ആ ചാറ്റിലെ ഭാഷയും ശൈലിയും ഒരു 13-14 വയസ്സുള്ള കുട്ടിയുടേതായി തോന്നിയില്ല. അതൊരു കടുത്ത ക്രിമിനൽ മനോഭാവമുള്ള ഒരാളുടെ ഭാഷ പോലെയായിരുന്നു. അവിടെ കുറ്റബോധം, പശ്ചാത്താപം ഒന്നും കാണാനില്ല. ഒരു സാധാരണ സംഭവത്തെപ്പറ്റി സംസാരിക്കുന്നത് പോലെ വളരെ ലളിതമായി സംസാരിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ നയനെ കുത്തിയ കാര്യം എത്ര നിസ്സാരമായി അവൻ സംസാരിക്കുന്നു എന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. 2 സുഹൃത്തുക്കൾ തമ്മിൽ സാധാരണ ഒരു ചാറ്റ് ചെയ്യുന്നു എന്ന തോന്നൽ പോലും നിങ്ങൾക്കുണ്ടാകാം. ഈ കേസിനെ കുറിച്ച് അറിയാവുന്നവർ ഈ ചാറ്റുകൾ ഇതിനകം തന്നെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ യഥാർത്ഥ ചോദ്യം ഇതാണ്: ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഇത്തരമൊരു മാനസികാവസ്ഥ എവിടെ നിന്നാണ് ഉണ്ടായത്? ഇത് സ്കൂളിലെ അന്തരീക്ഷം രൂപപ്പെടുത്തിയതാണോ? വീട്ടിലെ മാർഗനിർദ്ദേശങ്ങളുടെ കുറവാണോ? അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ അതീവമായി എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ കണ്ടന്റിന്റെ സ്വാധീനമാണോ? പ്രതികാരവും അക്രമവും ഒക്കെ മഹത്വവൽക്കരിച്ച് കാണിക്കുന്ന ആ ഡിജിറ്റൽ ലോകത്തിന്റെ ഫലം തന്നെയാണോ ഇത്? നയൻ പോയ ശേഷം അവന്റെ കുടുംബം അനുഭവിച്ച വേദന അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകില്ല. ഒരു നിമിഷം കൊണ്ട് അവരുടെ വീട്ടിലെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതായി. എങ്കിലും ഒരു കാര്യം വ്യക്തമായിരുന്നു: അവർക്ക് നയനു വേണ്ടി നീതി വേണം. ഈ അതീവ ദുഃഖകരമായ സാഹചര്യത്തിലും അവർ ഒരു നിർണായക തീരുമാനം എടുത്തു. പോലീസിൽ പരാതി നൽകി. പരാതി കൊലപാതകവുമായി ബന്ധപ്പെട്ടതായിരുന്നു. പക്ഷെ അന്വേഷണം ആരംഭിച്ചതോടെ ആ സ്കൂൾ വർഷങ്ങളായി മറച്ചു വച്ചിരുന്ന പല പാളികൾ ഓരോന്നായി പുറത്തു വന്നു. പോലീസിന് ആദ്യം തന്നെ മനസ്സിലായി. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു: ഇതൊരു കുട്ടിയുടെ പെട്ടെന്നുള്ള ആക്രമണം അല്ല. നയനും പ്രതിയായ ആ കുട്ടിയും തമ്മിലുള്ള സംഘർഷം 1 ദിവസമോ 2 ദിവസമോ പഴക്കമുള്ളതല്ല. അത് ഏകദേശം 4 വർഷം പഴക്കമുള്ളതായിരുന്നു. ചെറിയ തർക്കങ്ങൾ, ചൂടേറിയ നിമിഷങ്ങൾ, വാക്ക് തർക്കങ്ങൾ, ഇതെല്ലാം വർഷങ്ങളായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ ഓരോ തവണയും സ്കൂൾ ഈ വിഷയങ്ങളെ പുറമേ മാത്രം കൈകാര്യം ചെയ്തു. അധ്യാപകർ കുട്ടികളെ ഉപദേശിക്കും, പരസ്പരം കൊണ്ടുവന്നിങ്ങനെ കെട്ടിപ്പിടിപ്പിക്കും, മാപ്പ് പറയിപ്പിച്ച് വിഷയം അവിടെ അവസാനിപ്പിക്കും. അന്നൊക്കെ സ്കൂൾ സ്റ്റാഫ്സിനും അധ്യാപകർക്കും തോന്നിയത് ഇവിടെ തന്നെ കാര്യങ്ങൾ തീരും എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആ ദേഷ്യം അകത്ത് അങ്ങനെ വളർന്നുകൊണ്ടിരുന്നു വർഷങ്ങളോളം. ഇവിടെയാണ് ആ സ്കൂളിൻ്റെ ഏറ്റവും വലിയൊരു പിഴവ് സംഭവിച്ചത്. മാതാപിതാക്കളെ ഒരിക്കലും വിവരം അറിയിച്ചിട്ടില്ല. നയന്റെ മാതാപിതാക്കളെയും പ്രതിയുടെ മാതാപിതാക്കളെയും ഈ സ്കൂൾ ഒരിക്കലും അറിയിച്ചിരുന്നില്ല. ചെറിയ വഴക്കായി സ്കൂൾ കാണിച്ച ഈ ഒരു പ്രശ്നം പതുക്കെ പതുക്കെ ഒരു അഗ്നിപർവ്വതമായി മാറിക്കൊണ്ടിരുന്നു. അഗ്നിപർവ്വതം ഒരിക്കലെങ്കിലും പൊട്ടിത്തെറിക്കുമല്ലോ. 4 വർഷം മുൻപ് തന്നെ സ്കൂൾ മാതാപിതാക്കളെ ഉൾപ്പെടുത്തി കൗൺസിലിംഗ് നൽകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശരിയായ ശിക്ഷാ നടപടികൾ എടുത്തിരുന്നെങ്കിൽ നയൻ ഇവിടെ സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ പുറത്തു വരാനുള്ളത് ഇതോടുകൂടി അവസാനിച്ചില്ല. സ്കൂളിൻ്റെ കൂടുതൽ രഹസ്യങ്ങൾ വീണ്ടും വീണ്ടും പുറത്തു വന്നു. ആദ്യം പുറത്തുവന്നൊരു കാര്യം ഇതായിരുന്നു: സംഭവ ദിവസം തന്നെ സ്കൂൾ സ്റ്റാഫ് ഒരു വാട്ടർ ടാങ്കറിനെ വിളിച്ചു വരുത്തി. നയൻ ബോധം കെട്ട് കിടന്നിരുന്ന ആ മുഴുവൻ പ്രദേശവും കഴുകി വൃത്തിയാക്കി. അതിൻ്റെ ഫലമായി വളരെയധികം തെളിവുകൾ വെള്ളത്തിൽ തന്നെ ഒഴുകിപ്പോയി. സ്കൂളിനുള്ളിലുണ്ടായിരുന്ന രക്തക്കറകൾ മുഴുവനും വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞു. അതുമാത്രമല്ല, CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായി. രണ്ടാമതായി പുറത്തു വന്ന മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം: സ്കൂൾ വിദ്യാർത്ഥികൾ മൂർച്ചയുള്ള കത്തികളും അപകടകരമായ വസ്തുക്കളും സ്കൂളിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് സ്റ്റാഫ്സ് ഒരിക്കലും ഗൗരവമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. സാധാരണ സ്കൂളുകളിൽ ബാഗ് പരിശോധിക്കുന്ന ഒരു നടപടിക്രമം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അല്ല, ഇടയ്ക്കിടയ്ക്ക് നടത്തും. പക്ഷെ ഇവിടെ അത്തരം പരിശോധനകളൊന്നും നടത്താറേയില്ല. 1-2 കേസല്ല. മാതാപിതാക്കളുടെ അഭിപ്രായം അനുസരിച്ച് സ്കൂളിൽ ഇതിനകം 12 അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും സ്കൂൾ അവയെല്ലാം മറച്ചു വച്ചു. പക്ഷെ എന്തിനാണ് സ്കൂൾ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളെ വീണ്ടും വീണ്ടും അവഗണിച്ചത്? ഉത്തരം വളരെ ലളിതമാണ്: ഇമേജും പണവും. ഇക്കാര്യമെല്ലാം പൊതുജനങ്ങളിൽ എത്തുകയാണെങ്കിൽ സ്കൂളിന്റെ പ്രതിഷ്ഠ തകരുമെന്നവർ ഭയന്നു. അതിന്റെ ഫലമായി അഡ്മിഷനുകൾ കുറയും. അത് നേരിട്ട് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും. നയൻ സന്താനിയുടെ കേസ് മീഡിയയിൽ എത്തിയതോടെ ജനങ്ങളുടെ ഉള്ളിൽ കുത്തനെ കോപം പുറപ്പെട്ടു. ആ കോപവും നിരാശയും ശക്തമായി തന്നെ പുറത്തേക്ക് ഒഴുകി. സ്കൂളിന് പുറത്താരംഭിച്ച ചെറിയൊരു പ്രതിഷേധം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിയ ജനകീയ പ്രക്ഷോഭമായി മാറി. അവിടെ തന്നെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങാൻ തുടങ്ങി. പക്ഷേ പ്രതിഷേധം സ്കൂൾ ഗേറ്റിന് പുറത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല. പതിയെ പതിയെ ആളുകൾ സ്കൂളിനുള്ളിലേക്ക് കയറി. ക്ലാസുകൾ മുഴുവനും തടസ്സപ്പെട്ടു. ബെഞ്ചുകളെല്ലാം തകർത്തു. സ്മാർട്ട് ക്ലാസ് മുറികളെല്ലാം നശിപ്പിക്കപ്പെട്ടു. സ്കൂൾ ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സ്ഥിതി അത്രയും അക്രമപരമായതോടെ പോലീസ് ഇടപെടേണ്ടി വന്നു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക വളരെ പ്രയാസമായിരുന്നു. ഒടുവിൽ പോലീസ് ഫെൻസിംഗ്, ബാരിക്കേഡുകൾ, റാറ്റ് കൺട്രോൾ
റൈറ്റ് കൺട്രോൾ ടീം എന്നിവയെല്ലാം വിളിച്ചു വരുത്തി. പ്രതിഷേധം കൂടുതൽ അക്രമത്തിലേക്ക് മാറാതിരിക്കാൻ പലരും ശ്രമിച്ചു. ഇതിനിടെ പോലീസ് വളരെ നിർണായകമായ ഒരു നടപടി സ്വീകരിച്ചു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പ്രതികളെയും ജുവനൈൽ കസ്റ്റഡിയിലേക്ക് മാറ്റി. ഈ ഒരു പ്രഖ്യാപനം പൊതുജനങ്ങളിലേക്ക് എത്തിയതോടെ ആ ജനക്കൂട്ടത്തിന് കുറച്ചെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടായി. ഇപ്പോൾ ഈ കേസിൽ സ്കൂളിനെതിരെ ഗുരുതരമായ അനാസ്ഥ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. വിക്ടിം സ്കൂൾ വളപ്പിൽ വീണ് കിടന്നപ്പോൾ ആരും അവനെ സഹായിച്ചിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം ചൈൽഡ് റൈറ്റ് കമ്മീഷനും ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ സ്കൂളിനോട് വിശദമായൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ചാണ്. ഈ ഒരു കേസിനെ കുറിച്ച് പറയാൻ വളരെയധികം കാര്യങ്ങളുണ്ട്. അതേസമയം ചില കാര്യങ്ങൾ വാക്കുകളാൽ പറയാനാകാത്തതുമാണ്. ജനങ്ങൾ നടത്തിയ പ്രതിഷേധം ന്യായമായതാണോ അല്ലയോ എന്നൊന്നും പറയാനാകില്ല. പക്ഷെ ഒരു കാര്യം മാത്രം വളരെ വ്യക്തമാണ്. ഈ സംഭവത്തിൽ സ്കൂൾ ഒരു ഘട്ടത്തിൽ പോലും ശരിയായ രീതിയിൽ നടപടി എടുത്തിട്ടില്ല, ഇടപെട്ടിട്ടില്ല. ഈ സംഭവത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചെറിയ തർക്കങ്ങൾ തമാശയാകാമെങ്കിലും സമയത്തിനത് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വലിയ ദുരന്തങ്ങളിലേക്ക് വഴിമാറും. സ്കൂൾ എന്നത് കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു ഇടമായിരിക്കണം. അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഒരു അലംഭാവം ജീവൻ പോലും നഷ്ടപ്പെടുത്തിയേക്കാം. അക്രമവും കോപവും ഒരിക്കലും ഒരു ശക്തിയല്ല, അത് ഭാവിയെ നശിപ്പിക്കുന്ന ഒരു ദൗർബല്യമാണ്. ഒരു കുട്ടിക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ 1 മിനിറ്റ് ഒന്ന് വൈകിപ്പോയാൽ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഉടൻ സഹായം നൽകുക എന്നുള്ളത് മനുഷ്യധർമ്മമാണ്. മാതാപിതാക്കളും സ്കൂളുകളും കുട്ടികളുടെ മാനസികാവസ്ഥ, ദേഷ്യം, സോഷ്യൽ മീഡിയ സ്വാധീനം ഇവയൊക്കെ ഗൗരവമായി തന്നെ കാണണം. ഇതൊരു ചെറിയ വിഷയമാണ് എന്നൊക്കെ പറഞ്ഞ് അവഗണിക്കുന്നത് ചിലപ്പോൾ തിരുത്താനാകാത്തൊരു നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ ജാഗ്രത, കരുണ, ഉത്തരവാദിത്വം ഇവയൊക്കെയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കുക. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറയുക. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ ആയിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.